നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് വേലൂർ അല്ലെങ്കിൽ വേലപുര എന്നൊക്കെ പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്ന ഹോയ്സാല രാജവംശത്തിന്റെ ആദ്യകാല തലസ്ഥാനമായിരുന്ന ബേലൂരിലാണ്. യാഗാച്ചി നദിയുടെ തീരത്താണ് ബേലൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. 1110 AD കർണാടകയിൽ അധികാരത്തിൽ വന്ന ഹോയ്സാല രാജവംശത്തിലെ അതിപ്രശസ്തനായ രാജാവായിരുന്നു വിഷ്ണുവർദ്ധനൻ. അദ്ദേഹം താൻ ചോള രാജവംശത്തിൻ്റെ മേൽ നേടിയ അനിഷേധ്യമായ വിജയത്തിൻ്റെ പ്രതീകമായി തൻ്റെ ഇഷ്ടദേവതയായ ചെന്നകേശവന് അഥവാ മഹാവിഷ്ണുവിനായി സമർപ്പിച്ചുകൊണ്ട് ഒരു ഗംഭീര ക്ഷേത്രം പണിതു 1117 AD. ആ ക്ഷേത്രമാണ് ബേലൂരിലെ ഏറ്റവും പ്രധാന ആകർഷണം. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെന്നകേശവ ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ഞാനിവിടെ ബേലൂരിലെത്തിയത്. ബേലൂർ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ ശേഷം ഇവിടെ ക്ഷേത്രത്തിന് തൊട്ടടുത്തതായി തന്നെ ഒരു റൂം എടുത്തു. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് എത്തിയിരിക്കുകയാണിപ്പം. കർണാടകയിലെ ഹസൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചെന്നകേശവ ക്ഷേത്രം ഹസൻ ബസ് സ്റ്റാൻഡിൽ നിന്നും ഉദ്ദേശം 38 കിലോമീറ്ററും ബംഗളൂരുവിൽ നിന്നും 220 കിലോമീറ്ററും മംഗലാപുരത്തു നിന്നും 150 കിലോമീറ്ററും ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹോയ്സാല ശില്പകലയുടെ മകുടോദാഹരണമായ ഈ ക്ഷേത്രം മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തവും അതിമനോഹരവുമായ ശൈലിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. കർണാടകയിലെ ലോകപ്രശസ്തമായ 3 തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ശ്രാവണബേലഗോളയും ഹലേബീഡും അതുപോലെ തന്നെ ബേലൂരും. അതിൽ ഞാൻ ഇതിനു മുൻപ് പോയ ശ്രാവണബേലഗോളയുടെ വീഡിയോ 2 ഭാഗങ്ങളായി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ബേലൂരിൻ്റെ ആയി. ഇനി അടുത്തത് ഞാൻ പോകുന്നത് ഹലേബീഡിലേക്ക് ആണ്. ഉടനെ തന്നെ അതിൻ്റെ വീഡിയോയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്ഷേത്രം അതുക്കകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഇതിൻ്റെ ചുറ്റുപാടുമെല്ലാം ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇതൊരു രഥമാണ്. ധാരാളം കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു രഥമാണ്. ക്ഷേത്രത്തിലെ വിശേഷാവസരങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് പക്ഷേ ക്ഷേത്രത്തിന് വെളിയിലായിട്ടുള്ളൊരു കെട്ടിടത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിനായിട്ട് പ്രത്യേകമായിട്ട് പണിതിരിക്കുന്ന ഒരു ഷെഡിലാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത്. വളരെ മനോഹരവും ഭക്തിസാന്ദ്രവുമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. 1,75,000 ചതുരശ്ര അടിയിലായി പരന്നു കിടക്കുന്നു ഈ മഹാക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ചെന്നകേശവനെ കൂടാതെ വേറെ ഒരു 5-6 ഉപപ്രതിഷ്ഠകളും ഇവിടെ ഈ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഗോപുരവും പ്രധാന കവാടവുമാണിത്. വിജയനഗര കാലഘട്ടത്തിൽ 14-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രഗോപുരം പണി കഴിപ്പിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 1117 AD വിഷ്ണുവർദ്ധന രാജാവ് ഈ പ്രധാന ക്ഷേത്രം പണി കഴിപ്പിച്ചെങ്കിലും പിന്നീട് ഏതാണ്ട് 100 വർഷമെടുത്ത് പല രാജാക്കന്മാരുടെ കാലത്തായാണ് ഈ ക്ഷേത്രം ഇന്നു കാണുന്ന രീതിയിൽ രൂപം പ്രാപിച്ചത്. പ്രധാന രാജഗോപുരത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ആനെ ബാഗിലു അല്ലെങ്കിൽ എലിഫന്റ് ഗേറ്റ് എന്ന് വിളിക്കുന്ന ഈ വലിയ കവാടം ഉത്സവാവസരങ്ങളിൽ ആനകൾക്കും മറ്റും കയറാൻ വേണ്ടി മാത്രം പ്രത്യേകമായി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ കവാടത്തിൻ്റെ അപ്പുറവും ഇപ്പുറമൊക്കെ കുറച്ച് തകർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പം തുറക്കാറുണ്ടെന്ന് തോന്നുന്നില്ല. സ്ഥിരമായിട്ട് അടച്ചിട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള 118ഓളം ശിലാലിഖിതങ്ങളിൽ നിന്നുമാണ് ക്ഷേത്ര സംബന്ധമായ ഒട്ടുമിക്ക വിവരങ്ങളും പുരാവസ്തു ഗവേഷകർക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് ക്ഷേത്ര സമുച്ചയത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്ലാനാണ്. ഓരോ ക്ഷേത്രങ്ങളുടെ സ്ഥാനവും മറ്റും വിശദീകരിക്കുന്നത്. ഇത് നമ്മുടെ ചെന്നകേശവ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ കർണാടക പുരാവസ്തു വകുപ്പ് ഒരു വലിയ ബോർഡിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതാണ് കാണുന്നത്. 11-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ നീണ്ട ഹോയ്സാല കാലഘട്ടത്തിൽ കർണാടകയിൽ
950-ലധികം സ്ഥലങ്ങളിലായി ഹോയ്സാല രാജാക്കന്മാർ 1500-ലധികം ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തവും മനോഹരവുമാണ് ബേലൂരും ഹലേബീഡും. ഇവിടെ ബേലൂരിൽ നിന്ന് ഏകദേശം ഒരു 27-28 കിലോമീറ്റർ ഉണ്ട് ഹലേബീഡിലേക്ക്. ഹോയ്സാല കാലഘട്ടത്തിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള 42 അടി ഉയരമുള്ള ഒരു മഹാസ്തംഭമാണ് ഈ കാണുന്നത്. ഗ്രാവിറ്റി പില്ലർ എന്നറിയപ്പെടുന്ന ഒറ്റക്കല്ലിൽ തീർത്ത ഈ സ്തംഭം ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. ഈ കാണുന്ന വലിയ തറയിൽ വെറുതെ വെച്ചിരിക്കുകയാണ് ഈ സ്തംഭം. യാതൊരു സപ്പോർട്ടുമില്ലാതെ പൂർണ്ണമായും തറയ്ക്ക് മുകളിലേക്ക് നിൽക്കുന്ന ഈ സ്തംഭം ഒരു അത്ഭുതമാണ് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക്. കാർത്തിക ദീപോത്സവ മഹാസ്തംഭം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നേരെ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ചെന്നകേശവൻ അഥവാ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം. ഇതിൻ്റെ മുകളിൽ വലിയൊരു മനോഹരമായ ഗോപുരമുണ്ടായിരുന്നു. പക്ഷെ 18-ാം നൂറ്റാണ്ടിൽ അപകടാവസ്ഥയിലായപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് പൊളിച്ചു മാറ്റുകയായിരുന്നു ചെയ്തത്. ഈ കാണുന്ന സ്തംഭം ഗരുഡസ്തംഭം എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ചോട്ടിലായിട്ട് ഗരുഡൻ്റെ, മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ്റെ ഒരു പ്രതിമയുണ്ട്. അതുകൊണ്ടാണ് ആ സ്തംഭത്തിന് ഗരുഡസ്തംഭം എന്ന് പേര് വന്നത്. സ്വർണം കൊണ്ട് പൊതിഞ്ഞ ഈ സ്തംഭത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ദേ ഈ കാണുന്നതാണ് ഗരുഡൻ. ഇതിൻ്റെ മുൻപിൽ നിന്നുള്ള വ്യൂ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കാണാം. ഈ ഗരുഡസ്തംഭത്തിൻ്റെ ചോട്ടിൽ നിന്നുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു മനോഹരമായ വ്യൂ ആണ് ഇത്. ഏതാണ്ട് 3 അടിയിലധികം ഉയരമുള്ള വലിയ വിശാലമായ തറയിൽ നക്ഷത്ര ആകൃതിയിലാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ക്ഷേത്രത്തിനുള്ളിലേക്കുള്ള സ്റ്റെപ്പ് കയറുന്നതിന് 2 വശത്തുമായിട്ട് 2 ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. അതിനുമുണ്ട് നല്ല ഗോപുരങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഈ ഗോപുരം പോലെ തന്നെ ആയിരുന്നായിരിക്കണം ഇതിൻ്റെ മുകളിലുണ്ടായിരുന്ന ആ പൊളിച്ചു കളഞ്ഞ ഗോപുരവും. നേരം കുറേശ്ശെ ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ക്വാളിറ്റിയൊക്കെ കുറച്ച് കുറയായിരിക്കും. ഈ കുഞ്ഞ് മിനിച്ചർ ക്ഷേത്രത്തിൻ്റെ മോൾ ഭാഗമാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാനൊരു പിരമിഡ് പോലെയുണ്ട്. ഇതിൻ്റെ അകത്തുമുണ്ട് മഹാവിഷ്ണുവിൻ്റെ ചെറിയൊരു പ്രതിഷ്ഠ. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൻ്റെ 2 സൈഡിലും മുകളിലുമായി അസാധ്യമായിട്ടുള്ള കൊത്തുപണികളാണ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. എത്ര മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. കവാടത്തിൻ്റെ വാതുക്കലുള്ള ആ മിനിച്ചർ ക്ഷേത്രത്തിൻ്റെ അകത്തെ ചെറിയ മഹാവിഷ്ണുവിൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും കൊത്തുപണികളാണ്. എനിക്ക് തോന്നുന്നത് തഞ്ചാവൂരും മഹാബലിപുരവും ഈവൻ ഖജുരാഹോയും വരെ മാറി നിൽക്കുന്ന തരത്തിലുള്ള അതിഗംഭീരമായ കൊത്തുപണികളാണ് ഇവിടെ കാണുന്നത്. ഞാൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഗർഭഗൃഹത്തിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ധാരാളം കൊത്തുപണികളോട് കൂടിയ തൂണുകളാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തടിയേൽ കൊത്തിവെച്ചിരിക്കുന്ന തൂണാണെന്ന് തോന്നും. പക്ഷേ ഇതെല്ലാം കല്ലേലാണ്. ദീപാരാധനയുടെ സമയമാണ് ഇപ്പോൾ ഇവിടെ. നട അടച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു പല്ലക്കൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിൽ എന്തെങ്കിലും വിശേഷാവസരത്തിൽ ഉപയോഗിക്കാനുള്ള ആയിരിക്കണം. ഈ തൂണുകളിലെ കൊത്തുപണികളൊന്നും കണ്ടിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. തടിയേൽ ഇതുപോലെ കൊത്താൻ പറ്റുമോ എന്ന് തോന്നും. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം കാണുന്നത് ക്ഷേത്രത്തിൻ്റെ സീലിംഗ് ആണ്. മുകൾ ഭാഗത്തൊക്കെ എങ്ങനെ ഇത്ര വിദഗ്ധമായിട്ട് കൊത്തുപണികൾ ചെയ്യുന്നവാ എനിക്കറിയാൻ വയ്യ. അത്രയ്ക്ക് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നേരെ കാണുന്നതാണ് ശ്രീകോവിൽ. ക്ഷേത്രത്തിനുള്ളിലേക്ക് വായു സഞ്ചാരം ഉറപ്പാക്കാനായിട്ട് ഭിത്തികളിലെല്ലാം ധാരാളം ഈ കൊത്തുപണികൾക്കിടയ്ക്കും വളരെ വിദഗ്ധമായിട്ട് ധാരാളം വെന്റിലേഷനുകൾ
ഇട്ടിട്ടുണ്ട്, ചുറ്റോട് ചുറ്റുമുണ്ട്. അതുപോലെ ഹൈലി പോളിഷ്ഡ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് പില്ലേഴ്സാണ് ഈ കാണുന്നതെല്ലാം. നേരെ കാണുന്നതാണ് ചെന്നകേശവൻ അഥവാ മഹാവിഷ്ണു ഇരിക്കുന്ന സ്ഥലം. ആ ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ അവിടെയൊക്കെ നട അടയ്ക്കുന്നത് പോലെ ഇവിടെ കർട്ടനിട്ടാണ് മൂടിയിരിക്കുന്നത്. ഡോറുണ്ട്, പക്ഷേ എന്നാണെന്നറിയാൻ മേല കർട്ടനായിട്ടിരിക്കുന്നത്. വെളിയിൽ നമ്മൾ ആ കവാടത്തിൽ കണ്ട പോലെ തന്നെ ഈ കവാടത്തിൻ്റെ മുകളിലും ഉണ്ട് അതേപോലെ തന്നെയുള്ള കൊത്തുപണികൾ. ഈ സീലിങ്ങിലൊക്കെ കൊത്തുപണികൾ ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പൊതുവേ ദക്ഷിണേന്ത്യയിലെ ഒരുമാതിരിപ്പെട്ട ഒരു ക്ഷേത്രങ്ങളിലും പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് മൊബൈൽ പ്രവേശിപ്പിക്കാറില്ല, ക്യാമറയൊന്നും. പക്ഷേ ഇവിടെ എന്തായാലും അതിന് വലിയ തടസ്സങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മൊബൈലായിട്ട് കയറി ഇതെല്ലാം എടുത്തിരിക്കുന്നത്. നട തുറക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളാണിതെല്ലാം. ക്ഷേത്രത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് ക്ഷേത്രഗോപുരത്തിൻ്റെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ ധാരാളം ഗൈഡുമാരൊക്കെ അവൈലബിൾ ആണ്. അവർ കൂട്ടത്തിൽ കൂട്ടുവാണെങ്കിൽ അവർ ഈ ഓരോ കൊത്തുപണികളും ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് പറഞ്ഞ് വിശദീകരിച്ച് തരും. പക്ഷെ പോക്കറ്റ് കാലിയാകും. അതുകൊണ്ട് ഞാൻ ഗൈഡുമാരുടെ സഹായം ഒന്നും തേടിയിട്ടില്ല. കുറേയൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. പക്ഷേ ഇതെല്ലാം ഒന്നും വിശദീകരിച്ച് തരാനുള്ള എക്സ്പെർട്ടൈസ് ഒന്നും എനിക്കില്ല. ദീപാരാധനയ്ക്കായിട്ട് നട തുറന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തൊഴാനായിട്ട് നീങ്ങുകയാണ്. ചെന്നകേശവൻ്റെ ദർശനം എല്ലാവർക്കും ലഭിച്ചെന്ന് ഞാൻ കരുതുന്നു. നേരെ ഒരുമാതിരി നല്ലതായിട്ട് ഇരുട്ടി. ഞാൻ ക്ഷേത്രത്തിൻ്റെ വെളിയിലെത്തി. ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ പ്രധാന ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള സൗമ്യനായകി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ സൗമ്യനായകി അഥവാ ലക്ഷ്മിയുടെ പ്രതിഷ്ഠയാണ് ഈ കാണേണ്ടത്.
ഇതിന് മുമ്പിലുള്ള ഒരു വലിയ നമസ്കാര മണ്ഡപമാണ് ഈ കാണുന്നത്. ഇതിനകത്തും നിറച്ച് തൂണുകളുണ്ട്. ഒരു 10-30 തൂണുകളെങ്കിലും ഉണ്ട്. കൽത്തൂണുകൾ നിറയെ കുത്തുപണികൾ ചെയ്ത് പോളിഷ് ചെയ്ത സോപ്പ് സ്റ്റോണിലാണ് ഈ തൂണുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സൗമ്യനായകി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുകളിലുള്ള ഗോപുരം അഥവാ അല്ലെങ്കിൽ വിമാനം പ്രധാന ക്ഷേത്രമായിട്ടുള്ള ചെന്നകേശവ ക്ഷേത്രത്തിൻ്റെ 19-ാം നൂറ്റാണ്ടിൽ പൊളിച്ചു മാറ്റിയ ഗോപുരത്തിൻ്റെ ഒരു എക്സാക്റ്റ് റിപ്ലിക്കയാണെന്നാണ്, അല്ലെങ്കിൽ തനിപ്പകർപ്പാണെന്നാണ് പറയുന്നത്. നാളെ രാവിലെ ദർശനത്തിനെത്തുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തെ വിമാനമൊക്കെ ശരിക്കും നമുക്ക് ഒന്നുകൂടെ കാണാം. ചെന്നകേശവൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള വീരനാരായണനെയാണ് നമ്മൾ ഇപ്പോൾ ഈ ക്ഷേത്രത്തിനുള്ളിൽ കാണുന്നത്. ദർശനം കഴിഞ്ഞ് ക്ഷേത്രമതിലിന് വെളിയിലെത്തി. സമയം ഒത്തിരി ആയതുകൊണ്ട് അവർ നടയും ഒക്കെ അടച്ചു. വെളിയിലിറങ്ങേണ്ട സമയം ആയതുകൊണ്ട് ഇറങ്ങിപ്പോന്നു. നാളെ രാവിലെ വീണ്ടും ദർശനത്തിനായിട്ട് വരുന്നുണ്ട്. അപ്പം ക്ഷേത്രത്തിൻ്റെ നല്ല പകൽ വെളിച്ചത്തിൽ സൂര്യപ്രകാശത്തിലുള്ള നല്ല ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോ ഞാൻ അടുത്ത ഭാഗത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം ക്ഷേത്രമതിലിന് വെളിയിൽ കൂടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നേരം ഇതിലേക്കൊന്ന് നടന്നിട്ട് ഞാൻ റൂമിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ശുഭരാത്രി, മധുര സ്വപ്നങ്ങൾ.